ചേർന്ന് രണ്ടുപേരും പാട്ട് പാടാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പതേ, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പതേ, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാം. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ. കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം കാരുണ്യവാനായ കർത്താവേ, അനുഗ്രഹരമായ ദിവസത്തിൻ്റെ മനോഹരമായ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, നിന്റെ ആലയത്തിലേക്ക് കടന്നു വരുവാൻ സംഘത്തെക്കാരൻ ഓർപ്പിക്കുന്ന പോലെ, യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. നിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് നിന്റെ മനോഹരത്വം കാണുവാനും നിന്റെ മഹത്വം രുചിച്ചറിയുവാനും നിന്റെ ദർശനങ്ങളിൽ സമർപ്പിക്കുവാനും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കണമേ എന്ന് ആ പരിശുദ്ധ അമ്മമാതാ ദർശനങ്ങളിൽ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുവാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ ഇടവകകളെയും ഞങ്ങളുടെ സമൂഹത്തെയും സമയമെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും കൃപയാലും കർത്താവ്, ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ നിന്നെ മുറുകെ പറ്റുന്നവരായി ഇമ്മാനുവേൽ, അവൻ നമ്മോട് കൂടെയുള്ള ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ കർത്താവ്, ഞങ്ങളുടെ എത്രയെത്രയോ സഹോദരങ്ങൾ പലവിധ രോഗങ്ങളാലും പ്രയാസങ്ങളാലും ദുഃഖങ്ങളാലും നെടുവീർപ്പുകളാലും പലവിധ പ്രയാസങ്ങളിലൂടെ ആശുപത്രിയിലും ഭവനങ്ങളിലും ഒക്കെയായി കടന്നു പോകുന്നവരുണ്ട്. ദൈവം, അവരെയൊക്കെ ഈ സമയം പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ നല്ല വൈദ്യനാകാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ആശുപത്രി കിടക്കയിൽ ദൈവമേ അയ്യം വിളിക്കുന്നവരുണ്ട് കർത്താവേ. അയ്യം വിളിക്കുന്ന ബന്ധുമിത്രങ്ങളുണ്ട് കർത്താവേ. മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരൊക്കെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ഐസിയുവിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഓപ്പറേഷന് വേണ്ടി വിധേയരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല വൈദ്യനായിരിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ വൈദ്യന്മാരിൽ കൂടി അത്ഭുതം പ്രവർത്തിക്കണമേ. അനുഗ്രഹരമായ ശുശ്രൂഷ സ്വീകരിക്കുവാൻ നാഥ അവിടുന്ന് സഹായിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സന്തോഷത്തോടുകൂടി കർത്താവേ, ദൈവനിറവോടുകൂടി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പരിശുദ്ധമായ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിത ശക്തിയായി ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് അനുഗ്രഹരമായി തീരണമേ. പരിശുദ്ധൻ്റെ കബറിങ്കിലേക്ക് കടന്നു വന്ന് ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീരുകൾ ഞങ്ങളുടെ പ്രാർത്ഥന നൊമ്പരങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ തിരുത്തിൽ ചേർത്ത് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എപ്പോഴും സ്തുതിയും ആരാധനയും അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠനായ പരിമല സെമിനറിയുടെ മാനേജർ ഏറ്റവും ശ്രേഷ്ഠ എൽദോസ് അച്ഛൻ, സഹ മാനേജർമാരായിരിക്കുന്ന മാത്തുക്കുട്ടിച്ചൻ, ജെർണച്ചൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ അനുഗ്രഹകരമായ ഈ വെള്ളിയാഴ്ചയുടെ ദിവസം ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വരുവാനും നിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അല്പസമയം ദൈവസ്ഥലങ്ങൾ ശാന്തമായി ധ്യാനിക്കുവാൻ ലഭിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധ പരിമല കൊച്ചുതിരുമേനിയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഈ ശുശ്രൂഷയ്ക്കും നമ്മുടെ എല്ലാ ജീവിതങ്ങൾക്കും അനുഗ്രഹമുള്ളതായി തീരുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ
നമ്മുടെ കർത്താവ് മനുഷ്യനായി ലോകത്തിലേക്ക് പിറന്നു വീണു. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ ഓർപ്പിക്കുന്ന പോലെ സ്വർഗത്തോടുള്ള സമത്വം വേണമെന്ന് നിരൂപിക്കാതെ അവൻ ഭൂമിയിലേക്ക് മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു എന്നുള്ളതാണ് ഈ ലോകത്തിലെ വലിയ അത്ഭുതം. അവൻ നമുക്ക് വേണ്ടി പൊന്തിയോസ് പീലാത്തോസ് നാളുകൾ നമുക്ക് വേണ്ടി അവൻ കഷ്ടത അനുഭവിച്ചു. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ആരൂഢനായിരിക്കുന്നു. ആ ആരൂഢനായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, നമ്മോട് ചേർന്ന് നടക്കുകയാണ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം പലവിധ ആദികളാലും വ്യാധികളാലും ചിന്തകളാലും അവർ പല സംസാരങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. അവരോട് ചേർന്ന് നടക്കുകയാണ് കർത്താവ്. നിങ്ങളെന്താ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ആവശ്യം വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു നല്ല സുഹൃത്തിനെയാണ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ കാണുവാനിടയാകുന്നത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മൾ പലവിധ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ പരിമലയിലേക്ക് കടന്നു വരുന്നവരൊക്കെ പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു വരുന്നവരാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ദേവാലയത്തിലെ പല അംഗങ്ങളെയും കാണുവാനിടയായി. എല്ലാവരും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വന്നവരാണ്. പരിമല ആശുപത്രിയിൽ സർജറിക്ക് വിധേയരായ ബന്ധുക്കളുണ്ട്, അവരെ കാണുവാൻ വന്നവരാണ്, കൂട്ടിരിക്കുവാനായിട്ട് വന്നവരാണ്. പിന്നെ പലവിധ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എനിക്ക് പ്രിയപ്പെട്ട 2-3 പേര് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാത്തൊരു ലോകത്തിലൂടെ പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും എല്ലാം നിറഞ്ഞ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമുക്കൊരാശ്വാസം തരും. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മുടെ പ്രകൃതത്തോട് ചേർന്നിരിക്കുന്നവനായ, നമ്മുടെ കഷ്ടതയിൽ നമ്മളോടുകൂടി കണ്ണുനീര് അണിയുന്നവനായ ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത് ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ. അതുകൊണ്ട് ഞാൻ പാട്ടുകാരൻ ഓർപ്പില്ല, മോക്ഷയാത്ര സിയോൻ യാത്രയാണ്. ഈ ലോകത്തിൽ നമ്മൾ മോക്ഷം തേടിയുള്ള യാത്രയാണ്. കഷ്ടതകളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ പലവിധ പ്രതിസന്ധികളുണ്ടായിരുന്നു, അല്ലേ? പ്രതികൂലതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ദൈവം അവരെ കൈവിടാത്ത കർത്താവ് അവരോട് ചേർന്നിരുന്നു, അവരെ അനുഗ്രഹകരമായി വഴി നടത്തി. ഈ ലോക ജീവിതത്തിൽ നമുക്കൊക്കെ കഷ്ടതകളും കഷ്ടതകളില്ലാത്ത ലോകമില്ല പ്രിയാരെ. ഓരോ ദിവസവും നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ, സാമൂഹിക സോഷ്യൽ മീഡിയകളൊക്കെ വായിക്കുമ്പോൾ അറിയാം, അല്ലേ? എന്തെല്ലാം അപകടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലതകൾ, അധാർമികതകളൊക്കെ കൊടികുത്തി വാഴുന്ന ഒരു സമൂഹത്തിലൂടെയാണ്. ആർക്ക് സമാധാനമില്ലാതെ പോകുമ്പോൾ നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ പ്രഭു, രാജാതി രാജാവായ അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ആ സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന സ്വർഗീയ വൈദ്യൻ, അവനെ ലോകത്തിൽ നല്ല വൈദ്യൻ, അവൻ മനസ്സിലുള്ള വൈദ്യനാണ്, അവൻ കരുണയുള്ളവനാണ്. അവനെ കണ്ടവരാരും സൗഖ്യം പ്രാപിക്കാതിരുന്നില്ല. ലാസറിന്റെ കല്ലക്കിൽ നിന്നുകൊണ്ട് ലാസറേ പുറത്തു വരികയെന്ന് പറഞ്ഞപ്പോൾ ചീഞ്ഞരിഞ്ഞ് ലാസർ പുറത്തേക്ക് വന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാണെന്ന് കർത്താവ് വന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ആ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹകരമായി തീരട്ടെ. ഈ തീർത്ഥാടനത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മോക്ഷയാത്രയിൽ, മോക്ഷം തേടിയുള്ള യാത്രയാണ്. നമ്മുടെ ആരാധനകളൊക്കെ അങ്ങനെയല്ലേ ഓർപ്പിക്കുന്നത്? കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മുഖപ്രത്യക്ഷതയ്ക്കും അനുഗ്രഹത്തിനും ഞങ്ങളെ യോഗ്യരാക്കണം. ഇത് കടങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ഇത് നമ്മുടെ പാപങ്ങൾ അനുദിന ജീവിതത്തിൽ നമ്മളെല്ലാം പാവപങ്കിലമായ ലോകത്തിലൂടെയാണ്. അറിഞ്ഞും അറിയാതെയും മനസ്സോട് മനസ്സുകൂടാതെയും കൈകളാലും ചിന്തകളാലും നമ്മുടെ മനസ്സിൽ വ്യക്തിജീവിതം മലീമസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലൂടെ യാത്രയാകുമ്പോൾ ഇത് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ഇത് നിന്റെ തിരുമുമ്പാകെയുള്ള കർത്താവിൻ്റെ 2ാമത്തെ വരവ് അടുത്തു വരുന്നു. ആ കർത്താവ് 2 മുഖത്തെപ്രത്യക്ഷത്തോടുകൂടി ലജ്ജയില്ലാതെ നിൽക്കുന്ന ഒരു കാര്യസ്ഥനായിരിക്കുവാൻ ആ യാത്രയിലേക്കുള്ള ഒരു അനുവാദമായി ഇതിനെ കാണുവാൻ സാധിക്കും. ഈ ലോകയാത്രയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുവാനായിട്ടിടയാകണം. കാരണം ലോകയാത്രയിൽ അനേകർ പെട്ടുപോകുന്നുണ്ടല്ലേ, നശിച്ചു പോകുന്ന അനേകം ആളുകളുണ്ട്. ഇന്ന് പത്രങ്ങളൊക്കെ വായി ഞെട്ടിക്കുന്ന വാർത്തകളാണ് വായിക്കുന്നില്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ സമീപത്ത് കായംകുളത്ത് പുല്ലുകുളങ്ങരയിൽ 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അല്ലേ, വളർത്തി വലുതാക്കി സ്വന്തം പിതാവിനെ വെട്ടി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുവാനിടയായി. അമ്മയും ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് വായിക്കുവാനിടയായ അവനെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഇന്ന് വളരെവിധ പ്രയാസം. വളരെ മിടുക്കനായ വിദ്യാർത്ഥി. അതിൻ്റെ ഒരു സഹപാഠി കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി ആ മകനെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? വളരെ മിടുക്കന, വലിയ കുഴപ്പമില്ലാത്ത അത്ര വലിയ മിടുക്കൊന്നും അല്ലെങ്കിലും ഒരു സാമാന്യ വിദ്യാർത്ഥിയായിരുന്നു. എഞ്ചിനീയറിങ്ങിന് ആദ്യം പോയത്.
എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ ചെന്നപ്പോൾ ആരോടും വലിയ സംസർഗമൊന്നും പുലർത്തിയില്ല. അവൻ എന്തൊക്കെയോ ഒരു അഹംഭാവം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ചിലപ്പം ഇതങ്ങ് നിർത്തും, എനിക്ക് ഇതുമായിട്ട് മുമ്പോട്ട് വലിയ താല്പര്യമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് പണമുണ്ട്, എൻ്റെ പപ്പ വിദേശത്ത് പോയി ധാരാളം പണമൊക്കെ സ്വരുക്കൂട്ടിട്ടുണ്ട്, ഇത് പഠിക്കണമെന്ന് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ മാതാപിതാക്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ നിർത്തി അങ്ങ് പോകും കേട്ടോ, പോയിട്ട് ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യും, കാരണം എൻ്റെ പിതാവ് ധാരാളം പണമൊക്കെ സ്വരൂപിച്ച് കൂട്ടിയിട്ടുണ്ട്. ഓർത്തു നോക്കിയ പ്രിയരെ, അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം അനുഭവം, അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി വാത്സല്യത്തോടുത്ത് വളർത്തിയ മകനാണ്. എന്തെങ്കിലും സംസാരം ഉണ്ടായി കാണും, കൂടുതൽ പണം ചോദിച്ചു കാണും. അവൻ അഭിഭാഷക വൃത്തിയും അവൻ പൂർത്തീകരിച്ചു, 4 വർഷം അതും പഠിച്ചു, ഉന്നതമായ വിദ്യാഭ്യാസം, സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അവനാണ് മൃഗീയമായ മൃഗങ്ങൾ പോലും ചെയ്യുവാൻ അടയ്ക്കും, മൃഗം പോലും സ്വന്തം സഹോദരങ്ങളൊന്നും കൊല്ലുകയില്ലായിരിക്കും, മൃഗങ്ങൾ പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന രീതിയിലുള്ള പ്രകൃതം മനുഷ്യന്റെ സംസർഗത്തിലേക്ക് കടന്നു വരിക. ഈ ലോകയാത്രയിൽ അനേകർ പെട്ടുപോകുന്നു. ഈ ലോകത്തിൽ പെട്ടുപോകുന്ന മനുഷ്യർ ധാരാളമുണ്ട്. ഇന്ന് രാഷ്ട്രീയ സംവിധാനം വായിക്കുമ്പോൾ പെട്ടുപോകുന്ന ധാരാളം ആളുകൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് ചരിത്രകാരന്മാർ പറഞ്ഞു 3 കാര്യങ്ങളാണ് മനുഷ്യ തെറ്റിക്കുന്നത്: പെണ്ണ്, പൊന്ന്, പിന്നെ സൗന്ദര്യം. അല്ലെ, ഇതെല്ലാം ചരിത്രം പഠിക്കുമ്പോൾ ധാരാളം ഇതിൽ പെട്ടുപോയവരുണ്ട്. കർത്താവ് പറഞ്ഞു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ജയകുമാർ സാർ ഈ അടുത്തിടയ്ക്ക് പറഞ്ഞു, അല്ലേ, പൊന്ന് കാണുമ്പോൾ മഞ്ചടിക്കുന്നവരാരും അധികാരത്തിലിരിക്കുവാനായിട്ട് അനുവാദമില്ലാത്തവരാ. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം വിശ്വസിച്ചോട് ചെയ്യുവാനായിട്ട് കഴിയും. പൊന്ന് കാണുമ്പോൾ ചിലർക്ക് മഞ്ഞളിപ്പുണ്ടാവും. ദ്രവ്യത്തോട് വലിയ ആർത്തിയുള്ള മനുഷ്യരുണ്ട്. അവർ ഈ വഴിയിൽ വെച്ച് നശിച്ചു പോവുകയാണ്. ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ധാരാളം ആളുകളെ കാണുവാൻ സാധിക്കും. അവിടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്നതിനപ്പുറമായി ദൈവത്തെ മറന്നുള്ള മനുഷ്യന്റെ ഈ യാത്ര വളരെ അപകടത്തിലെയും അരാജകത്വത്തിലെയും കൊണ്ടെത്തിക്കുന്നുള്ളതാണ് ഈ വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം. ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഇത് ആനുകാലിക സംഭവം ബന്ധപ്പെട്ടൊരു വേദഭാഗമാണ്. 2-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം, വളരെ പരിചിതമായിരിക്കുന്ന വേദഭാഗം. പലപ്പോഴും നമ്മൾ സുവിശേഷ പ്രസംഗങ്ങളിലൂടെ കേൾക്കുന്ന ഒരു വേദഭാഗമാണ്. അല്ലേ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. ഈ വേദപുസ്തകം ഒത്തിരി മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ലോത്തിന്റെ ഭാര്യയെ നീ ഓർത്തുകൊള്ളുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ്, അപ്പോൾ ലോത്തിന്റെ ഭാര്യ ഒരു അപായം കാണിച്ചു, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി കാണിക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് ലോത്തിന്റെ ഭാര്യയെ നീ ഓർത്തുള്ളൂ. അനുസരണക്കേട് കാണിച്ചു, ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് ഉപ്പ് തൂണായി പോകുവാനായിട്ടിടയായി. അതുകൊണ്ട് വഴിയിൽ വെച്ച് നമുക്ക് നശിച്ചു പോകാം. അതുകൊണ്ട് വേദപുസ്തകം നമ്മൾ ഓർപ്പിക്കുകയാണ്, നമ്മൾ ഈ വഴിയിൽ വെച്ച് നശിച്ചു പോകുവാൻ ഒത്തിരി അപകട സാധ്യതകളുണ്ട്. സാധ്യതയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 91-ാം സംഘത്തിൽ പറഞ്ഞില്ലേ, പകൽ പായുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനം, മഹാമാരി, ഉച്ചയിലൂന്ന കാറ്റ്. അപ്പോൾ ദൈവജനത്തിനുണ്ടാകുന്ന പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളുമായിരുന്നു. ദൈവജനം മരുഭൂമിയിലൂടെ കടന്നു പോയപ്പോൾ ഇതെല്ലാം ഉണ്ടായ നമ്മുടെ ജീവിതത്തിൽ പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്. അടുത്ത സമയത്തൊക്കെ ഈ പത്രങ്ങൾ വായിച്ചില്ലേ, കാർ ഓടിപ്പോയപ്പോൾ ഉച്ച സമയത്ത് അത് എൻജിൻ ഷോർട്ട് സർക്യൂട്ടായി കത്തിപ്പോവുക, പകൽ പായുന്ന അസ്ത്രമായിട്ട് വരികയാണ്. മഹാമാരികൾ നിറഞ്ഞ ലോകത്തിലാണ്, പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലേ, എപ്പോഴും അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലത ഉണ്ടാകാം. അപ്പോൾ വേദപുസ്തകം പറയുക, വഴിയിൽ വെച്ച് നമുക്ക് പ്രയാസമുണ്ടാകാം, പക്ഷെ നമ്മൾ നശിച്ചു പോകാതെ ഇരിക്കുവാൻ എന്ത് ചെയ്യണം? പുത്രൻ തമ്പുരാനെ നമ്മൾ ചുംബിക്കണം. പുത്രനെ ചുംബിപ്പീൻ, പുത്രനെ ചുംബിപ്പീൻ. ടു കിസ് ഹിസ് ഫീറ്റ് or he will be angry and you will perish in the way. To kiss his feet, കർത്താവിന്റെ പാദാന്ത്യത്തിലേക്ക് അടുത്തു വരണം. നമ്മുടെ ദൈവശാസ്ത്രമൊക്കെ ടു ഫോളോ നിയർ ടു ക്രോസ്, കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിന്റെ കുരിശിന്റെ അരികിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്കിടയാണ്. ഈ സങ്കീർത്തനങ്ങൾ മനോഹരമായ രചനകളല്ലേ. സങ്കീർത്തനങ്ങൾ ഏകദേശം 100 സങ്കീർത്തനങ്ങളും എഴുതി ആരാണെന്ന് വ്യക്തമായിട്ട് ഇതിന്റെ തലക്കെട്ടുകൾ പറയുന്നുണ്ട്. 100 സങ്കീർത്തനം. ദാവീദ് രാജാവ്, ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് രാജാവാണ് ഏറ്റവും കൂടുതൽ സങ്കീർത്തനം. 73 സങ്കീർത്തനം ദാവീദ് രാജാവിന്റെ തലക്കെട്ടിലുള്ളതാണ്, അദ്ദേഹം എഴുതിയാണ്. പിന്നെ ആസാബാണ്, അതിനുശേഷം 12 സങ്കീർത്തനങ്ങൾ ആസാബ് രചിച്ചിരിക്കുന്നു. 10 സങ്കീർത്തനങ്ങൾ ശലോമോൻ എഴുതിയിരിക്കുന്നു. എസ്ര 1-ാം സങ്കീർത്തനം വേദപണ്ഡിതാക്കളുടെ ചിന്തയനുസരിച്ച് 1-ാം സങ്കീർത്തനം ന്യായപ്രമാണത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന എസ്രാ ശാസ്ത്രി ചമച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വേദപുസ്തകം
ഓരോ മനുഷ്യരുടെയും ഈ എഴുതിയ, അത് ധാരാളം സ്ത്രീകൾ എഴുതിയവരുണ്ട്, രാജാവ് എഴുതിയ സങ്കീർത്തനം, ആസാബ് പണ്ഡിതന്മാരായ ഭംഗിയായ ഗാന ശുശ്രൂഷ എഴുതിയുണ്ട്, മഹാരാജാക്കന്മാരെഴുതിയ സങ്കീർത്തനമുണ്ട്. ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അനുഭൂതിയാണ്, അല്ലേ? സങ്കീർത്തനങ്ങളെല്ലാം ഒരു ജീവശ്വാസമാണ്. അവരുടെ പ്രതികൂലതകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ സന്തോഷങ്ങളുടെയും ജീവിതത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പാടിയതാണ്. ദൈവത്തിന് മഹത്വം, പ്രൈസ് ദി ലോർഡ്, കർത്താവിന് നന്ദി, കർത്താവിന് സ്തുതി, അവരുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വന്നതാണ് ഈ സങ്കീർത്തനങ്ങൾ. അതുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും പാടുമ്പോഴും നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത് എപ്പോഴും നമ്മൾ കിട്ടിയാൽ സങ്കീർത്തനങ്ങളായിരിക്കും, ഇല്ലയോ? നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മുടെ തലമുറകളെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും സങ്കീർത്തനങ്ങൾ ആദ്യമായിട്ട് വായിച്ചാൽ കേൾപ്പിക്കുന്നത്. എല്ലാവർക്കും ആഗ്രഹം 23-ാം സങ്കീർത്തനം തന്നെ എടുത്ത് പ്രാർത്ഥിപ്പിക്കണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വിവിധങ്ങളായ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയ ഓരോ വ്യക്തികളുടെയും ദൈവമായിട്ടുള്ള സംസർഗത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ളതാണ്. അതിന് വ്യത്യസ്തമായി 3-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. 3-ാം സങ്കീർത്തനത്തിൽ എവിടെ തലക്കെട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത്? ദാവീദ് രാജാവ് സ്വന്തം മകനായ അബ്ശലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ചമച്ചതാ, അല്ലോ? സ്വന്തം പിതാവ് മകന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുക, മകൻ ഇങ്ങനെ ഈ നവജിത്ത് എന്ന് പറഞ്ഞ മോനെ പോലെ 30 വയസ്സുള്ള ചെറുപ്പക്കാരനെ പോലെ അവൻ വടിവാളുമായിട്ട് നിൽക്കുക, മൂർച്ചേറി കുന്തമായിട്ട് നിൽക്കുക, സ്വന്തം പിതാവിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്. ഓർത്ത് നോക്കുക. അപ്പോൾ എഴുതിയ ദാവീദ് ഭയപ്പെട്ടില്ല. ദാവീദ് അവിടെ പ്രാർത്ഥിക്കുക, കർത്താവേ. അപ്പൊ ശത്രുക്കളൊക്കെ പറഞ്ഞു, സ്നേഹിതന്മാരൊക്കെ പറഞ്ഞു ഇനി അവന് രക്ഷയില്ല. ദാവീദിന്റെ ഓട്ടം കണ്ടുകൊണ്ട് സ്നേഹിതന്മാരും എല്ലാവരും പറഞ്ഞു ഇനി അവന് രക്ഷയില്ല, ഇനി അവൻ ലോകത്ത് ജീവിക്കാനായിട്ട് സ്വന്തം മകൻ അവന് ഇടയാക്കിയില്ല. പക്ഷെ ദാവീദ് പ്രാർത്ഥിച്ചെന്താ? യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ ആശ്രയം, നീ എൻ്റെ മഹത്വം, നീ എൻ്റെ ഉറച്ച പാറ. അത്ര അനുഗ്രഹമായിട്ടാ ശത്രുവിന്റെ മുമ്പിൽ നിൽക്കുക, ജീവിതത്തോട് മല്ലിടുന്ന, അല്ലെ? ആശുപത്രി കിടക്കയിൽ രോഗത്തോട് മല്ലിടുന്ന ആളുകൾ, വെന്റിലേറ്ററിൽ ഒരു ശ്വാസത്തിന് വേണ്ടി മല്ലിടുന്ന ധാരാളം ആളുകൾ. പക്ഷെ ദാവീദ് അതുപോലെ നിൽക്കുമ്പോൾ ദാവീദ് പക്ഷേ ഭയപ്പെട്ടില്ല. ഭയപ്പെടാതെ ദാവീദ് എന്താ പ്രാർത്ഥിക്കും? ദൈവമേ, നീ യഹോവേ, നീയാണ് എൻ്റെ മഹത്വം, നീയാണ് എൻ്റെ ആശ്രയം, നീ എൻ്റെ ഉറച്ച പാറയാ, മനുഷ്യൻ എന്തുകൊണ്ട് എന്ത് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് പാടിക്കൊണ്ട് ദാവീദ് രാജാവ് പാടിയത് 3-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 2-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യമാണ്. സാധാരണ നമ്മൾ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് തൊട്ടപ്പുറവും ഇപ്പുറവുമുള്ള സങ്കീർത്തനം. നമ്മൾ 2-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ 1-ാം സങ്കീർത്തനവും 3-ാം സങ്കീർത്തനം എഴുതിയ ആള് തന്നെ ആയിരിക്കാം ഈ നടുവിലെ 2-ാമത്തെ സങ്കീർത്തനം എഴുതിയെന്നാണ് വേദപഠിതാക്കൾ നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പക്ഷേ ഇവിടെ 1-ാം സങ്കീർത്തനം എഴുതിയത് ആരാ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ന്യായപ്രമാണത്തിൽ അവഗാഹ പാണ്ഡിത്യം ഉണ്ടായിരുന്ന എസ്രാ ശാസ്ത്രിയാണെന്നാണ് വേദപഠിതാക്കൾ ഓർപ്പിക്കുന്നത്. 3-ാം സങ്കീർത്തനം എഴുതി തലക്കെട്ടിൽ പറഞ്ഞു ദാവീദാണ്. അപ്പോൾ ഇവിടെ ഒരു സങ്കീർത്തനം എസ്രാ ശാസ്ത്രിയും ഒരു സങ്കീർത്തനം ദാവീദും. അപ്പം നമുക്കത് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ചരിത്രം പഠിക്കണമെങ്കിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരണം. നമ്മൾ ഓർക്കണം കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. എന്താ അവിടുത്തെ കഥ? സംഭവം എന്താണ്? കർത്താവിന്റെ പുനരുദ്ധാനത്തിനൊക്കെ ശേഷം അവിടെ വായിക്കുക, സുന്ദരം എന്ന് പേരുള്ള ഒരു ഗോപുരവാതിക്കൽ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം പഠിപ്പിക്കുകയാണ്, സുന്ദരം എന്ന് പേരുള്ള ദേവാലയ ഗോപാതിക്കൽ ഒരു മുടന്തനായ, ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്നു. പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും 9-ാം മണി സമയം ആ ആലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ വല്ലതും ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മുടന്തനായ മനുഷ്യൻ അവരോട് യാചിക്കുക, പത്രോസ് ശ്ലീഹായെ എന്നെ സഹായിക്കണമേ, യോഹന്നാൻ ശ്ലീഹായെ എനിക്ക് വല്ലതും തരണമേ എന്ന് അവൻ മുറുക്ക നിലവിളിച്ചു പ്രാർത്ഥിച്ചു. രണ്ടുപേരും ആ നിലവിളി കേട്ടപ്പോൾ നമ്മുടെ കർത്താവ് നിലവിളിയെ ഒരിക്കലും അവഗണിക്കാത്തവനാണ്. അതേ ആത്മാവ് തന്നെയാണ് ശ്ലീഹന്മാരിലും, അതേ ആത്മാവ് തന്നെയാണ് പത്രോസ് ശ്ലീഹായിലും യോഹന്നാൻ ശ്ലീഹായിലും. ഈ നിലവിളി കേട്ടപ്പോൾ അവർ നിന്നു, അവരവനെ ശ്രദ്ധിച്ചു നോക്കി. അവിടെ നിന്നിട്ട് പറയുക, അവരെന്താ പറഞ്ഞത്? എന്താ ശ്ലീഹന്മാർ പറഞ്ഞത്? പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, അല്ലേ? നല്ല എല്ലാണെങ്കിൽ പൊന്നും വെള്ളിയൊക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ പൊന്നും വെള്ളിയും ഒന്നുമില്ല. പിന്നെന്താ പറഞ്ഞത്? ഞങ്ങൾക്കുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാ? നസറാന യേശു ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഉയർത്തെഴുന്നേറ്റവനാ നിങ്ങൾ ലോകമൊക്കെയും പോയി എന്റെ സാക്ഷികളാകുവീൻ, ലോകമൊക്കെയിലും പോയി എന്റെ സുവിശേഷം പകർന്നുകൊള്ളുവീൻ എന്ന് ആത്മാവ് അഭിഷേകം ചെയ്ത ആരുണ്ട്? പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്.
ആത്മാവെന്നുണ്ടോ ഞങ്ങൾ പറയുകയാണ്, ആത്മാവിൽ പറയുകയാണ്, നസറാന യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക, നസറാന യേശുവിൻ്റെ നാമത്തിൽ നീ നടക്കുക എന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്? അപ്പോസ്തലപ്രവൃത്തിയിൽ എന്താ പറയുന്നത്? ഉടനെ തന്നെ അവനവൻ്റെ നരിയാണികൾ അവിടെ ഉറപ്പിച്ചു. അവൻ ചാടി എഴുന്നേറ്റു. എന്താ ചെയ്തു? അവൻ വീട്ടിലേക്ക് ഓടിപ്പോയില്ല, ചാടി എഴുന്നേറ്റ്. എന്നാൽ കിട്ടിയ ഈ സുഖം, സൗഖ്യം എൻ്റെ മാതാപിതാക്കളോട്, സഹോദരങ്ങളൊക്കെ പറയാം, കൂട്ടുകാരോടൊക്കെ പറയാം, നമ്മൾ ഓടിപ്പോയില്ല. പിന്നെ അവൻ ആദ്യം ചെയ്തത് എന്താ? അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ ചാടി എഴുന്നേറ്റ് സ്തോത്രം ഹല്ലേലൂയ പാടി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നിട്ട് ശ്ലീഹന്മാരോടുകൂടി അവിടെ. അതാണ് അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് സംഭവിച്ചപ്പോൾ, ഈ അത്ഭുതം കേട്ടപ്പോൾ വിമർശനവും നടക്കുന്ന മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ പത്രോസിൻ്റെയും യോഹന്നാൻ ശ്ലീഹായുടെയും അടുക്കൽ വന്നു. നിങ്ങളെന്താ ചെയ്തത്? എന്ത് ക്രമക്കേടായി ചെയ്തത്? നിങ്ങൾ എന്താ ചെയ്തത്? അവനെക്കുറിച്ച്, നിങ്ങൾ നസറാന യേശുവിനെ കുറിച്ചോ അല്ലെങ്കിൽ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സംസാരിക്കുവാനായിട്ട് ഇവിടെ പാടില്ല എന്ന് ഞങ്ങൾക്ക് അറിയുകയില്ലേ? അതുകൊണ്ട് എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് എൻ്റെ ചരിത്രം ഈ സംഘർ ചരിത്രം നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയാകുന്നത്. ഉടനെ പത്രോസ് അപ്പോസ്തലൻ വലിയൊരു പ്രസംഗമാണ് നടത്തുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ അറിയാം. ഇസ്രായേൽ പുരുഷന്മാരെ, ഇത് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കിയെന്ന് പോലെ ഞങ്ങൾ ഉറ്റുനോക്കുന്നുമെന്ന് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനെ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വെച്ച് പീലാത്തോസിന് മുമ്പിൽ തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അതിനാൽ ഞങ്ങൾ സാക്ഷികളാകുന്നു. അവൻ്റെ നാമത്തിലാകുന്നു ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. നസറാന യേശു, ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്നും സകല പ്രവാചകന്മാരും അതിന് മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടേ, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഇതാ ശിഷ്യന്മാരുടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഈ വചനം കേട്ടപ്പോൾ പുരുഷാരത്തെ ഭയമുണ്ടായതുകൊണ്ട് അവരവൻ്റെ അത്ഭുതം ചെയ്തു. പുരുഷാരമൊക്കെ വിശ്വസിച്ചവർ തന്നെ ഏകദേശം പുരുഷന്മാർ തന്നെ ഏകദേശം 5000 പേർ വന്നുകൂടി എല്ലാവരും കർത്താവിൽ വിശ്വസിച്ചു. സ്ലീഹന്മാരെ സന്തോഷിപ്പിക്കാനായിട്ട്. പക്ഷെ അവർ പറയുക, ഇതാണ് ഇത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ദൈവം ആണ് ഈ പ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് ഇത് ഇടയായിരിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും എല്ലാം വന്ന് അവരെ ശാസിക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷമുള്ള വാക്യമാണ് നമ്മുടെ 2-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ പാടേണ്ടത്. 23-ാം വാക്യം നമ്മൾ പറയുകയാണ്, അവനെ വിട്ടയ ശേഷം അവർ കൂട്ടാടി അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും നമ്മൾ പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞു, ആകാശവും ഭൂമിയും സമുദ്രവുമായുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസന ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിന് അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസിന് വിരോധമായി ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിരൂപിച്ചിരിക്കുന്നുവല്ലോ. അവിടെയാണ് ഈ വാക്യമാണ് 4-ാം അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യം. 2-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗമാണ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? അല്ലെ, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേറ്റിരിക്കുന്നു എന്ന് ആര് പാടി? എന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. നമ്മൾ കുർബാന ആരംഭിക്കുമ്പോൾ നമ്മൾ പാടുന്നു, നീതിമാന്മാരുടെ കൂടാരത്തിൽ നിന്ന് മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ ഓർപ്പിക്കുക. അപ്പോൾ ഈ സങ്കീർത്തനം ചമച്ചത്, 2-ാം സങ്കീർത്തനം ചമച്ചത്, അപ്പോൾ വളരെ സ്പഷ്ടമായിട്ട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം നമുക്ക് പറയുവാൻ കഴിയും. 2-ാം സങ്കീർത്തനം ചമച്ചത് ആര് തന്നെയാണ്? ദാവീദ് രാജാവാണ്. അതാണ് പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായോട് ഒന്നിച്ച് ഉച്ചത്തിൽ പാടുവാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇതാ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. അപ്പോൾ ശ്ലീഹന്മാര് പുത്രൻ തമ്പുരാനെ ചുംബിച്ചവരായിരുന്നു. അവരുടെ സ്വന്തം അധികാരത്താലല്ല പറയുന്നത്, പിന്നെയോ
നസറാന യേശുവിന്റെ നാമത്തിൽ അവർ പറയുവാനായിട്ടിടയായി. നീ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ പരിപൂർണമായിരിക്കുന്ന സൗഖ്യം അവർക്ക് ലഭിക്കുവാനായിട്ടിടയായി എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർപ്പിക്കുവാനായിട്ടിടയാകുകയാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനിടയാണ്. പത്രോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമ്മളൊക്കെ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണ് കേട്ടോ. എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെ മറിഞ്ഞുകൊള്ളുവീൻ, വീട് പണിയുന്നവരാ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലാ തീർന്ന കല്ല് ഇവൻ തന്നെ, മറ്റൊരുത്തിന് രക്ഷയില്ല എന്ന് അഭിഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമം, അവനാണ് രാജാതി രാജ, അവനാണ് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്, അവനാണ് നമ്മുടെ പാവപരിഹാരം. മത്തായി ശ്ലീഹ യേശുവിന്റെ തിരുജനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വളരെ മനോഹരമായി 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താ? അവിടെ പറയുക, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കുന്നുണ്ട്, അവൻ യേശു എന്ന് പേരിടണം. നമ്മുടെയൊക്കെ പാപത്തിന്റെ പരിത്രാണത്തിന് വേണ്ടി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? യേശു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ 12-ാം വാക്യത്തിൽ പറയുക, മറ്റൊരുത്തനിലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എല്ലാ നമ്മൾ പാട്ടുകാരൻ ഓർപ്പിക്കുക, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള. എല്ലാ നാമത്തിലും മേലായ നാമം സർവശക്തനായ ദൈവത്തിന്റെ നാമമാണ്. ആ നസറാന യേശുവിന്റെ നാമത്തിലാണ് ഈ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ ഈ ജന്മനാ മുടന്തനായ മനുഷ്യന് സൗഖ്യം കൊടുത്ത് അവനെ അഭിഷേകം ചെയ്യുവാനായിട്ടിടയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വസമൂഹമേ, ഈ ജീവിതയാത്രയിൽ നമ്മൾ നസ്രാന യേശുവിനെ, നമ്മുടെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പോകുമ്പോൾ ഈ ലോകത്തിന്റെ പ്രതികൂലതകളെയും സന്താപങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം അതിജീവിച്ച് മനോഹരമായ ഒരു തീർത്ഥാടനത്തിൽ നമ്മൾ പങ്കാളികളാകാൻ സാധിക്കുമെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ ചിന്താവിഷയം, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ നാം എന്ത് ചെയ്യണം? 2-3 കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഈ ധ്യാനം നമുക്ക് അവസാനിപ്പിക്കും. ഒന്നാമതായി പ്രധാനമായി നമ്മൾ ഓർക്കേണ്ടത്, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ നമ്മളൊരു വേർപാടും വിശുദ്ധിയും വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കുവാനായിട്ടിടയാണ്. ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരു വിശ്വസ്തമായ ജീവൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരു വിശുദ്ധിയുള്ള ജീവൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അനേകം ആളുകളെ നശിപ്പിച്ച ഈ ലോക ജീവിതം അനേകം നമ്മുടെ ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താണ്? വഴിവിട്ട ജീവിതം, വിശ്വസ്ത നഷ്ടപ്പെടുത്തിയുള്ള ജീവിതം. ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ചില തലങ്ങളിൽ നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കണം. ഞാനും ദൈവവുമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വസ്ത നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ടുണ്ടോ? വിശുദ്ധമായ ജീവിതം എന്നിൽ നിന്ന് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായുണ്ടോ? ഈ പരിശുദ്ധമായ 25 നോമ്പിന്റെ നല്ല ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? വിശുദ്ധിയുള്ളവരായി തീരണം. ദൈവം വിശുദ്ധിയുള്ളതുപോലെ നമ്മൾ വിശുദ്ധിയുള്ള ഒരു ജീവൻ നയിക്കുവാനായിട്ട് ഇടയാകണം എന്നുള്ള ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വേർപാടും വിശുദ്ധിയും വിശ്വസ്തതയുമുള്ള ജീവിതത്തിന്റെ വക്താക്കളായി നമ്മൾ തീരുമ്പോഴാണ് ദൈവം നമ്മളെ ഇഷ്ടപ്പെടുവാനിടയാകുന്നത്. ദൈവം നമ്മുടെ നിയോഗങ്ങൾ ഏൽപ്പിക്കുവാനായിട്ടിടയാകുന്നു. ഉൽപ്പത്തിയുടെ ആദ്യ താളുകളിലേക്ക് നമ്മൾക്ക് പോകാം. അബ്രഹാം പിതാവിനെ വിളിക്കുമ്പോൾ, അബ്രഹാം പിതാവിനെ മറന്നുള്ള ഒരു ധ്യാനം നമുക്ക് പറ്റില്ലല്ലോ. അബ്രഹാം പിതാവിനെ വിളിക്കുമ്പോൾ അബ്രഹാം പിതാവിനെ വിളിക്കുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം തന്നെയാണ്. അവിടെ വിളിക്കുമ്പോൾ യഹോവ അബ്രഹാമിനോട് എന്താ പറയുന്നത്? നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാം പിതാവിനെ, ഗോത്രപിതാവായ അബ്രഹാം പിതാവിനെ വിളിക്കുക. വിളിച്ചവനാ ദൈവം. അബ്രഹാം പിതാവിനെ നമ്മൾ എവിടെയാണ് കാണുന്നത്? 11-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യം നമുക്ക് കാണാം. 26-ാം വാക്യത്തിൽ തേരകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രഹാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. തേരകിന്റെ വംശപാരമ്പര്യം തേരഗ് അബ്രഹാമിനെയും നാഹോറിനെയും ഹാരാനെയും ജയിപ്പിച്ചു. ഹാരാർ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദ്യരുടെ പട്ടണം ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരകിന് മുമ്പേ മരിച്ചുപോയി. ലോത്തിന്റെ പിതാവിന് മുമ്പേ മരിച്ചുപോയി. അബ്രഹാമിന്റെ ഭാര്യ സാറയ്ക്ക് എന്നും
നാഗോരിന്റെ ഭാര്യയ്ക്ക് മിൽഖ എന്നും പേർ. ഇവർ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരഹ് തന്റെ മകൻ അബ്രഹാമിനെയും ആരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകൻ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുവാനായിട്ട് യാത്ര പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ ചെന്ന് അവിടെ പാർത്തു. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. അബ്രഹാമിന്റെ ജീവചരിത്രത്തെക്കുറിച്ച് പറയുകയാണ്. തേരഹ് 70-ാം വയസ്സിലാണ് അബ്രഹാം പുത്രനുണ്ടാകുന്നത്. അബ്രഹാമിന്റെ ഭാര്യ സാറായിയും കൂട്ടിക്കൊണ്ട് കൽദയരുടെ പട്ടണം ഊരിൽ നിന്നും ഇവിടേക്ക് യാത്രയാകും. ഒരു വലിയ യാത്രയാണ്. അബ്രഹാം പിതാവിന്റെ യാത്രയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും കേൾക്കുന്ന വിശ്വസ്തയോടുകൂടി എന്തെല്ലാം പ്രതികൂലതകളാണ് തനിക്ക് മകനുണ്ടാകുന്നത്, തന്റെ മകന്റെ പരീക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളുടെ പലവിധ സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന അബ്രഹാം പിതാവ്. പക്ഷെ അബ്രഹാം പിതാവിനെ കുറിച്ച് എന്താ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം? എന്താ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വിശാലമായ ഒരു ജാതിയാക്കുമെന്ന് അവർ അബ്രഹാം പിതാവിനെ വിളിക്കുക. എന്തുകൊണ്ടായിരിക്കും? അബ്രഹാമിനെ തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് മറ്റു മക്കളൊക്കെ ഉണ്ടായിരുന്നു. അബ്രഹാം പിതാവിന്റെ ഗോത്രം വലിയ ഗോത്രമാണ്. വേദപഠിതാക്കളൊക്കെ പറയുന്ന ഏകദേശം 1800ഓളം അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് അബ്രഹാം പിതാവ്. അതുപോലെ അദ്ദേഹത്തിന്റെ തലമുറകൾ വ്യാപിച്ചു. അപ്പോൾ അബ്രഹാം പിതാവിനെ ഏകനായിട്ട് യഹോവയ ദൈവം തമ്പുരാൻ വിളിച്ച് വേർതിരിക്കുകയാണ്. കാരണം ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാൻ ഈ അബ്രഹാമിനെ വിളിച്ചാൽ അബ്രഹാം പരിപൂർണമായിട്ടും അവൻ എൻ്റെ സന്നിധി, എൻ്റെ മുമ്പാകെ വിശ്വസ്തയോടുകൂടി ജീവിക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യം യഹോവയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നിന്റെ വാർദ്ധക്യത്തിൽ നിന്റെ ഏകജാതനായ പുത്രനെ തന്നെ എനിക്ക് ബലി കഴിക്കണമെന്ന് പറയുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ, യഹോവയുടെ സന്നിധിയിൽ യാതൊരു മറുതലിപ്പുമില്ലാതെ ആ ആഗ്രഹം, ദൈവ സന്ദേശം പരിപൂർണമായും ഏറ്റെടുത്തുകൊണ്ട് ഇതാ മോറിയ മലയിലേക്ക് പോകുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിക്ക് അനുസൃതമായി ജീവിക്കുവാനായിട്ട് അബ്രഹാം പിതാവിന് സാധിച്ചു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുവാനിടയാണ്. അബ്രഹാമിനെ കുറിച്ച് മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അബ്രഹാം പിതാവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വേദഭാഗം നമ്മൾ ചിന്തിക്കണം. അബ്രഹാം പിതാവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയും 51-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനിൽ നിന്നും ആശ്വസിപ്പിക്കുന്നു, അവന്റെ സകല ശൂന്യതകളെയും അവസാനിപ്പിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും, അബ്രഹാമിനെ ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങളുടെ മാതാവായിരിക്കുന്ന സാറായി മാതാവിലേക്കും സൂക്ഷിച്ചു നോക്ക്. അവൻ ഏകനായിട്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. കാരണം ഏവനായിട്ട് വിളിച്ച വിശ്വസ്തയോടുകൂടി ഞാൻ വിളിക്കും. നിന്നെ ഏവനായിട്ട് വിളിച്ചു. അവൻ എന്താ പറയുക? നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ഇവൻ നീതി പിന്തുടരുന്നവരാണ്. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് യഹോവയെ കണ്ടെത്തുമെന്നുള്ള ഒരു നല്ല ബോധ്യം ആർക്കുണ്ടായിരുന്നു? യഹോവയ ദൈവത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം യഹോവയ ദൈവം ഏകനായി തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ടിടയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങളോട് നമ്മൾ ഈ സമയത്ത് വായിക്കുന്ന നല്ലതായിരിക്കും. നെഹമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം ചരിത്ര പുസ്തകമാണ്. ഇസ്രായേൽ ചരിത്രമടങ്ങിയ പുസ്തകത്തിൽ പറയുകയാണ് 9-ാം അധ്യായത്തിന്റെ, അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണം ഊരിൽ നിന്നും കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. അബ്രഹാമിനെ കുറിച്ച് നെഹമ്യ ചരിത്ര പുസ്തകം എന്താ പറയുന്നത്? അല്ലെ, അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് ഊരിന്റെ പട്ടണം, കൽദയ പട്ടണത്തിൽ ഊരിലേക്ക് കൊണ്ടുവന്നവൻ നീയാ യഹോവേ. നെഹമ്യ പറയുക, നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. എന്താ പറഞ്ഞത്? അവന്റെ ഹൃദയം ദൈവസനിൽ വിശ്വസ്തമായി കാണുവാനായിട്ടിടയായി. അതാ ദൈവം കണ്ടത്. അബ്രഹാം പിതാവിൽ ദൈവം കണ്ട ഏക ഘടകം എന്താണ്? അവന്റെ ധനമല്ല, അവന്റെ ധാരാളം ആടുമാടുകളും ധനങ്ങളും ഒക്കെ ഉണ്ടാവും. ഭൗതികമായ സ്വത്തിന് നല്ല ഉടമയാണ്. ദൈവം അതൊന്നും നോക്കിയില്ല. ദൈവം കണ്ടത് ഏകാഗ്രതയുള്ള ഹൃദയം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത്. അവനെ വിളിച്ചാൽ വിശ്വസ്തയോടുകൂടി അവൻ ജീവിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് യഹോവ ദൈവം അബ്രഹാമിനെ തന്നെ ഏകനായി തെരഞ്ഞെടുക്കുവാനായിട്ടിടയാകുന്നത്. അതിന് പരിപൂർണമായും വിധേയപ്പെട്ട ഒരു പിതാവിനെയാണ്, ഒരു വ്യക്തിയാണ് അബ്രഹാം പിതാവിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു വേർപാടും വിശുദ്ധിയും വിശ്വസ്തയുമുള്ള ജീവിതം കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? ഒരു നല്ല ഹൃദയം ഉണ്ടാകണം.
ഒരു നല്ല ഹൃദയത്തിനുടമകളായിരിക്കണം. ചില ആളുകളൊക്കെ നോക്കും പറയും, ചില ആൾ നമ്മൾ സംസാരത്തിലൂടെയും നമ്മുടെ സാഹചര്യങ്ങളിലൂടെയൊക്കെ പലരുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ കുറേ നേരം നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു ഇടപെട്ട് കഴിയുമ്പോൾ ഓരോ മനുഷ്യരും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചില ചില ആളുകൾ നോക്കി പറയും, ഒരു ഹൃദയമില്ലാത്ത മനുഷ്യനാണ്, അല്ല ഒരു ഹൃദയമില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. അല്ലെ, പലപ്പോഴും നമ്മളെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ചില കാര്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇല്ലയോ? ചിലപ്പോൾ ചില സംഭാവനക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ സംഭാവന കൊടുത്തില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അവരങ്ങോട്ട് ഇറങ്ങി ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവർ പറയും, ഒരു ഹൃദയമില്ലാത്ത മനുഷ്യൻ, അവിടെ ഇത്രയും പറഞ്ഞില്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടും അദ്ദേഹം ഒരു 10 രൂപ തരാനായിട്ട് ഒരു മനസ്സില്ലായിരുന്നല്ലോ എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഹൃദയമില്ലാത്ത മനുഷ്യർ ധാരാളമുണ്ട് ഈ ലോകത്ത്. ദൈവം അബ്രഹാമിനെ കണ്ടത്, അബ്രഹാം തൻ്റെ സ്വന്തം അബ്രഹാം നോക്കുക, അബ്രഹാം ഈ ജീവിതയാത്രയിൽ തൻ്റെ പൗത്രനായിരിക്കുന്ന തൻ്റെ സഹോദര മകനായിരിക്കുന്ന ലോത്തിനെയും കൊണ്ട് പോകുമ്പോൾ ലോത്തിനോട് ചോദിക്കുക, നിനക്ക് എന്താ വേണ്ടത്? ലോത്ത് തലയുയർത്തി നോക്കിയപ്പോൾ അപ്പുറമൊക്കെ നല്ല പച്ചിപ്പായ സ്ഥലമാണ്. തലയുയർത്തി ലോത്ത് നോക്കിയപ്പോൾ അക്കരെ ദേശം വളരെ പച്ചിപ്പായ സ്ഥലമാണ്, ഭൗതികതയിലൊക്കെ നല്ല സമൃദ്ധമായ നല്ല ദുർബിഡമായ സ്ഥലമാണ്. അതുകൊണ്ട് അബ്രഹാം പിതാവ് പറഞ്ഞു, അല്ല ലോത്ത് എന്താ പറഞ്ഞത്, എനിക്ക് ആ സ്ഥലം മതി, എനിക്ക് അപ്പുറം മതി. അബ്രഹാം പിതാവ് എന്താ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. അബ്രഹാം പിതാവ് സർവ്വവും ഉപേക്ഷിക്കുവാനായിട്ട്, സർവ്വവും ത്യജിക്കുവാനായിട്ട്, വിട്ടുകൊടുക്കുവാനായിട്ട് എനിക്ക് ഒന്നും തന്നെ വേണ്ട എന്നുള്ള ഒരു മനോഭാവത്തിന്റെ ഉടമയായിരുന്നു അബ്രഹാമിലൂടെ, അബ്രഹാമിന്റെ വിശാലമായ മനസ്സിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ മനുഷ്യരുടെയും ദൈവസ്ഥനിലേക്ക് അടഞ്ഞു വരുന്ന ഓരോ വ്യക്തികളുടെയും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം നിർമ്മല മനസാക്ഷിയുള്ളവരായിരിക്കും, വിശ്വസ്തമായ മനസാക്ഷിയുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് പർവ്വത പ്രസംഗത്തിൽ വിശുദ്ധ മത്തായി ശ്ലീഹ ഉച്ചസ്വരത്തിൽ പറയാം, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മൾ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതകളുടെയും തീർത്ഥാടന കേന്ദ്രങ്ങൾ പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിലൂടെ കടന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വലിയ പ്രാർത്ഥന, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ. അതാ ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ, നല്ലൊരു ഹൃദയം എനിക്ക് തരണമേ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, വിട്ടുവീഴ്ചകൾക്ക് വശമ്മതരാകുവാൻ, വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുവാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതാ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒരു ദുഃഖകരമെന്ന് പറയട്ടെ, പലപ്പോഴും മനുഷ്യജാതി ഈ ശബ്ദമൊന്നും കേൾക്കാതെ, ഇതൊന്നും കേൾക്കാതെ, ഈ പുത്രൻ തമ്പുരാന്റെ വചനങ്ങളൊന്നും കേൾക്കാതെ ഈ ലോകയാത്രയിൽ ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ യാത്രയിൽ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ എത്രയോ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ പേരുകൾ പോലും ഇടുന്നത്. ഈ ചെറുപ്പക്കാരൻ നവജിത്ത്, അവൻ ജനിച്ചപ്പോൾ അവന്റെ പിതാവും മാതാവും എത്ര സന്തോഷത്തോടെയാണ് പേര് അവനിട്ടത്. പക്ഷെ അവൻ ആ പേരിന്റെ അർത്ഥം പോലും ഇല്ലാതാക്കി ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കുവാനിടയായി. അല്ലെ, ഗോപാലകൃഷ്ണന്മാര് എല്ലാം നശിപ്പിച്ചെടുത്തുകൊണ്ട് പോകുന്ന എത്ര സന്തോഷത്തോടെ മാതാപിതാക്കൾ പേരുകൾ പോലും ചമയ്ക്കുന്നത്, ആ പേരിന് പോലും അന്വർത്ഥമായി ജീവിക്കുവാൻ കഴിയാതെ ഈ ലോക ജീവിതത്തിൽ ജഡീകമായ മൃഗീയമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ടിടയാണ്. നമ്മൾ സ്കൂളിൽ ഒരു കഥ പഠിച്ചിട്ടില്ലേ, മുതലച്ചന്റെയും കൊരങ്ങച്ചന്റെയും കഥ, അല്ലെ? 3-4 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ലെ, കൊരങ്ങച്ചൻ മുതലേ ഇങ്ങനെ തടാകത്തിൽ കിടക്കുക, അല്ലെ? കൊരങ്ങന്റെ ആഗ്രഹം ഈ നദി ഒന്ന് കടന്ന് എനിക്ക് അപ്പുറത്ത് പോകണം, പക്ഷേ വലിയ വിശാലമായ നദി അത് കടക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് മുതലച്ചൻ പറഞ്ഞു. മുതലച്ചൻ എന്താ പറഞ്ഞത്? മുതലച്ചൻ വളരെ തൻ്റെ ഇടത്തോടുകൂടി എങ്ങനെയെങ്കിലും ഈ കൊരങ്ങനെ കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി, ഇവനെ ഇല്ലാതാക്കണ ആഗ്രഹത്തോടുകൂടി മുതല പറഞ്ഞു, കൊരങ്ങച്ചൻ എന്റെ മണ്ടക്കോട്ട് ഞാൻ നിന്നെ ആ നദി കടത്തി അപ്പുറം കൊണ്ടാക്കാം. കൊരങ്ങനെ വലിയ സന്തോഷമായി. മുതലയ്ക്ക് ഇത്രയും ഒരു മനസ്സിലും ഉണ്ടായല്ലോ, നല്ലൊരു ഹൃദയം ഉണ്ടായല്ലോ. കൊരങ്ങൻ പെട്ടെന്ന് ചാടി ഇറങ്ങി മരത്തിന്റെ മുകളിൽ ചാടി മുതലച്ചന്റെ മുകളിലേക്ക് വന്നിരുന്നു. മുതലച്ചൻ ഇങ്ങനെ കൊരങ്ങനെയും കൊണ്ട് പാട്ടുമൊക്കെ പാടി നദിയുടെ മധ്യഭാഗത്തായപ്പോൾ മുതലച്ചൻ തന്റെ യഥാർത്ഥ സ്വരൂപം എടുത്തു. മുതലച്ചൻ കൊരങ്ങനോട് പറഞ്ഞു, എടാ എന്റെ ഭാര്യ മുതലച്ചി ഭവനത്തിലുണ്ട്, അവൾ രോഗിയായിട്ട് കിടക്കുക, അസുഖമായിട്ട് കിടക്കുക. അതുകൊണ്ട് ഒരു കൊരങ്ങന്റെ ഹൃദയം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മാത്രമേ ഈ രോഗം മാറുകയുള്ളൂ. അപ്പോൾ കൊരങ്ങച്ചൻ ബുദ്ധിമാനാ, മുതലേക്കാട്ടി ബുദ്ധിയുള്ളവനാ കൊരങ്ങൻ. അപ്പൊ കൊരങ്ങൻ പറഞ്ഞു, അത് കേട്ടു വളരെ പ്രയാസത്തോട്, അയ്യോ അതിനെക്കുറിച്ചൊക്കെ ഒരു പരിതപിക്കുകയും സഹതപിക്കുകയും ചെയ്തതിനു ശേഷം കൊരങ്ങൻ പറഞ്ഞു, അയ്യോ മുതലച്ച എനിക്ക് വളരെ പ്രയാസം തോന്നുന്നു, ഞാൻ എന്ത് ചെയ്യാനായി? ഞാൻ ഈ നിന്റെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് എന്റെ ഹൃദയം എടുത്ത് മരത്തിന്റെ ഒരു ശിലയിൽ അത് കെട്ടിവെച്ചിട്ടാണ് ഞാൻ താഴേക്ക് ചാടിയത്. എന്റെ ഹൃദയം എവിടെ ഇരിക്കുക? മരത്തിന്റെ ആ മുകളിൽ ഇരിക്കുക, കെട്ടിവെച്ചിരിക്കുക എന്ന് പറഞ്ഞു. ബുദ്ധിയില്ലാത്ത മുതലച്ചൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് പോയി തിരികെ പോയി എടുത്തോണ്ട് വരാം. ശരി, തിരികെ പോയി എടുക്കാം.
നദിയുടെ കരയിലേക്ക് വന്നപ്പോൾ മുതലച്ചൻ എന്ത് ചെയ്തു? കുരങ്ങൻ എന്ത് ചെയ്തു? ചാടി കയറി മരത്തിന്റെ മങ്ങളിലേക്ക് പോയി. കുരവച്ചൻ മുതലച്ചനെ കളിയാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള വളരെ തട്ടിപ്പുകളും വെട്ടിമുണർത്തുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ട്. നല്ല ഹൃദയമില്ലാത്ത, ഇത് വളരെ നമുക്കൊരു രസകരമായ ഒരു കഥയാണെങ്കിലും വളരെ ആഴമായ സത്യം നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കഥയാണെന്നുള്ളത് നമ്മൾ ഓർക്കുവാനിടയാണ്. പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ അനേകരെ നശിപ്പിക്കുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി കടന്നു പോകുന്നു. പലപ്പോഴും നല്ല ഹൃദയമില്ലാത്ത ആൾ നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ലോക ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി, വേർപാടോടുകൂടി, വിശ്വസ്തയോടുകൂടി കർത്താവിനെ സേവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അബ്രഹാം പിതാവ് താനായിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തെ മുറുകെ പിടിക്കുവാനും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായി ജീവിക്കുവാനും ഇടയായി എന്നുള്ളത് ദൈവത്തിന്റെ മഹത്വമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ ഏകനായി കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി. രണ്ടാമതായി, പുത്രൻ വഴിയിൽ വെച്ച് നശിച്ചു പോകാതെ ഇരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധി നിലവിളിക്കുവാനിടയാകണം. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനിടയാണ്. റിട്ടേൺ ടു ഗോഡ്. യേശുവിന്റെ അടുക്കിലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ഒരു ഹൃദയമുണ്ടാകണം, ഒരു മനസ്സുണ്ടാകണം. ദൈവസ്ഥലം അകന്നു പോകുന്നു. ഈ ലോകജീവിതത്തിലേക്ക് നോക്കിയാൽ ഇന്ന് നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഞായറാഴ്ച പോലുമുള്ള ഇടവക ദേവാലയങ്ങളിലെ ആരാധനകളൊക്കെ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരൊക്കെ വളരെ കുറവാണ്, അല്ലേ? ഇവിടെ ഇന്ന് തോന്നുന്നതൊരു മധ്യവയസ്കരായിട്ടുള്ള ആളുകളാണ് കുറേയൊക്കെ ദൈവാലയവുമായിട്ടൊക്കെ കുറച്ച് താല്പര്യത്തോട് കടന്നു പോകുവാനായിട്ട് ഇടയെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്ര പറഞ്ഞാലും അവർക്ക് ഈ ലോകം ഇങ്ങനെ അവരെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. ഇതിലെ വന്നാൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടാകും, ഇതിന്റെ പിന്നാലെ വന്നാൽ നിങ്ങൾക്ക് ഒത്തിരി ആഹ്ലാദമുണ്ടാകും. നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ കായംകുളം കാതീശ പള്ളിയിൽ ശുശ്രൂഷ സമയമുണ്ട്. ആ സമയത്തൊക്കെ രാവിലെയൊക്കെ ഞാൻ ഇങ്ങനെ സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അനേക കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. പലവിധങ്ങൾ ചെറുപ്പക്കാരായ അനേകം ആൾ തെറ്റിപ്പോകുന്ന ധാരാളം സംഭവങ്ങൾ കാണുവാനായിട്ടിടയാണ്. പ്രത്യേകിച്ച് ട്രെയിനിൽ നിന്നുമൊക്കെ മടങ്ങി വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അവർ ടീമായിട്ട് നടക്കുന്നു. അവിടെ അടുത്തൊന്നും ആരും ചെന്നിട്ട് അവരെ നല്ല വാക്ക് ഉപദേശിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ കയ്യിലൊക്കെ ഗുരുതരമായ മാരകമായ ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉണ്ടാകും. സംസാരിക്കുവാൻ പോലും കഴിയില്ല. അപ്പോൾ പല ചെറുപ്പക്കാരും അവിടെ ഒഴിഞ്ഞ ഒരു കോണുണ്ട്. കുറച്ച് റെയിൽവേ സ്റ്റേഷനോട് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ ഒഴിഞ്ഞൊരു വെളിംപ്രദേശമുണ്ട്. സന്ധ്യയായ കഴിഞ്ഞാലും അവിടെ ആരുമില്ല. വെളുപ്പിന് 4 മണി കഴിഞ്ഞ വെളുപ്പിന് ഒരു 6 മണി വരെയും അവിടെ ആരും അടുക്കാത്ത സ്ഥലമാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ധാരാളം സിറിഞ്ചുകൾ, അല്ലെ, ശരീരത്തിലെ കുത്തി ഉപയോഗിച്ചിട്ട് സിറിഞ്ചുകൾ എടുത്തെറിയുന്ന കാഴ്ചകൾ പോലും നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിയില്ല. ആ സ്ഥലമൊക്കെ പരിശോധിച്ച ധാരാളം ലഹരി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എത്രയോ ചെറുപ്പക്കാർ ഈ ലോകം ഇങ്ങനെ വിളിക്കുക. ഇവർ മാത്രം നശിക്കുകയല്ല, അവരുടെ കൂടെ കൂടുന്ന കുഞ്ഞുങ്ങളെയും കൂടി നശിപ്പിച്ചുകൊണ്ട് പോകുന്ന വലിയ ഒരു വിപത്തിലൂടെ സമൂഹം കടന്നു പോവുകയാണ്. ആർക്കും ഒന്നും പറയുവാൻ കഴിയില്ല. ആർക്കും ഒരു ഉപദേശം കൊടുക്കും, മാതാപിതാക്കൾക്ക് പോലും ഉപദേശം കൊടുക്കാൻ സാധിക്കില്ല. മാതാപിതാക്കൾ പോലും സംസാരിച്ചാൽ അവരെ ഉടനെ അപായപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടിയൊക്കെ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമുക്കൊന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഇസ്രായേൽ ജനം വളരെ അനുഗ്രഹകരമായി ദൈവം വിളിച്ച് വേർതിരിച്ചു ജനം, അല്ലേ? വളരെ വിപത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന ഇസ്രായേൽ ജനം, അവർ ഫറവോയുടെ അടിമത്തത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഊഴിയ വേലകൾ ചെയ്യിച്ചു. കഠിനമായ അധ്വാനങ്ങളിലൂടെ കടന്നുപോയി. അവർ തങ്ങളുടെ ദൈവമായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തോട് നിലവിളിച്ചപ്പോൾ യഹോവ അവരുടെ ശബ്ദങ്ങൾക്ക്, അവരുടെ കരച്ചിലുകൾക്ക്, അവരുടെ നിലവിളികൾക്ക് ശ്രദ്ധ കൊടുത്തു. യഹോവ അവിടെ നിന്ന് വിടുവിക്കുവാനായിട്ട് മോശയെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തു. 40 വർഷക്കാലം, നീണ്ട 40 വർഷം ഇസ്രായേൽ ജനങ്ങളുടെ മരുപ്രയാണത്തിൽ വളരെ പീഡനങ്ങളും യാതനകളും ഒക്കെ ഉണ്ടായി. പക്ഷെ ദൈവം അവരെ അനുഗ്രഹകരമായി നടത്തി. പാലും തേനും വീഴുന്ന സ്വർഗീയമായ കനാനിലേക്ക് അവരെ നടത്തി. അവരോട് കൂടെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാവരും തന്നെ വഴിയിൽ വെച്ച് പട്ടുപോയി. അനേകം, അത് പ്രായാധിക്യം കൊണ്ടാകാം, ദൈവഹിതപ്രകാരമാകാം. എല്ലാവരും, ധാരാളം ആളുകൾ വഴിയിൽ വെച്ച് പെട്ടുപോകുവാനായിട്ട്, കുറെ ആളുകൾ മാത്രമാണ് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാനിടയായത്. ഈ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവർ സത്യദൈവത്തെ മറന്നു. വഴി നടത്തിയ ദൈവത്തെ മറന്നുകൊണ്ട് അവർ പിന്നീട് പ്രോസ്പെരിറ്റിക്ക് വേണ്ടി അവർ കാണുന്നതെല്ലാം വീണ്ടും പിടിച്ചെടുക്കുവാൻ, കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ, കണ്ണുകൊണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം വീണ്ടും പിടിച്ചെടുക്കുവാനുള്ള തത്രപ്പാടുകളിലൂടെ പോയി. അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിന്റെ ചരിത്രം നമുക്ക് അവിടെ അറിയാം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. അവർ സ്വർഗീയ വാഗ്ദത്ത നാട്ടിൽ വന്നു.
കനാൻ നട്ടപ്പോൾ അവർ ആദ്യം ചെയ്തത് യഹോവയ്ക്ക് തങ്ങളെ വഴി നടത്തിയ സത്യദൈവത്തോട് അവർ മറുതലിച്ചു. ദൈവസ്ഥാനിൽ നിന്നും അവർ അകന്നുപോയി. അതാ ഇവിടെ ചരിത്രകാരൻ പറയുകയാണ്, ന്യായാധിപന്മാർ പറയുകയാണ്, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമാത് ചെയ്തു. യഹോവ അവർ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. വീണ്ടും ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി യഹോവ അവരെ കൈവിട്ട് കളയുകയില്ല. ആത്യന്തികമായിട്ട് ദൈവം അവരെ ഒരു നാളും നശിപ്പിക്കില്ല. അല്ലെങ്കിൽ ഈ 40 വർഷം വരെ വഴി നടത്തി ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇല്ല. അവർ ഫറവോന്റെ അടിമത്തിൽ തന്നെ അവരെ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഫറവോയിൽ കഠിന ഹൃദയരായ ഫറവോമാരുടെ അടിമത്തത്തിലും പലവിധ വ്യാധികളും ബാധകളും എല്ലാം കടന്നുപോയെങ്കിലും അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് ദൈവം, കരുണയുള്ളവനാ ദൈവം, മനസ്സലിവുള്ളവനായ കർത്താവ് അവരെ അനുഗ്രഹകരമായി വഴി നടത്തി ഇവിടെ കൊണ്ടുവന്നപ്പോഴും അവർക്ക് ദൈവത്തോട് തലമുറകൾ വന്നപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന അതേ രീതി. തലമുറകൾ വന്നപ്പോൾ അവർ ദൈവത്തെ മറന്നു. എന്നാൽ യോസഫിനെ മറന്ന ഒരു ഫറവോ ഉണ്ടായിരുന്നു, ചരിത്രം പഠിക്കുന്ന പോലെ. ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുവാനായിട്ടിടയായി. പക്ഷെ അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ദൈവം 7 സംവത്സരം കൂടി മിദ്യാനിയുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു. അവർ ഈ ദേശത്ത് വളരെ അധ്വാനിച്ച് കൃഷി ചെയ്തു, നല്ല കൃഷിഫലമൊക്കെ ഉണ്ടായി. പക്ഷെ എന്ത് ചെയ്യും? മിദ്യാനിയരും അമാലോക്യരും എക്ബേസ്യന്മാരും എല്ലാവരും കൂടി കടന്നു വന്ന് ഇവിടെ കൃഷിയെല്ലാം നശിപ്പിച്ചു കളയും, തീയിട്ട് നശിപ്പിച്ചു കളയും. നല്ല കൃഷിയൊക്കെ ആദായം അത് ഫലവത്താകുമ്പോൾ അത് പൂവിട്ടു, അത് ബലമായി, അത് കൊയ്തെടുക്കുവാനായിട്ട് എൻ്റെ വിളയാകുമ്പോൾ മിദ്യാനിയ ശത്രു സൈന്യം വന്ന്, അമോലോക്യർ വന്ന് ഇതിനെല്ലാം തീയിട്ട് നശിപ്പിച്ചു കളയും. കുറെ കൃഷിയൊക്കെ എടുത്ത് അവർ ദേശത്തെ കൊണ്ടുപോകുവാനായിട്ട് ഇടയാവും. ഇവിടെ അവരെക്കുറിച്ച് പറയുന്നതാണ്, ഇസ്രയേലിന് ആഹാരമോ ആടോ മാടോ കഴുതിയോ ഒന്നും ശേഷിപ്പിച്ചില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായിട്ട് വന്നു. മിദ്യാന്യരും അമലോക്യരും വെട്ടുക്കിളി പോലെ ഓടി വരികയാണ്. അത് രാത്രിയിലാകാം, സന്ധ്യയിലാകാം, ഏത് സമയത്തുമാകാം. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാനിൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. അല്ലെ? ഇങ്ങനെ മിദ്യാന്യരാൽ എന്ത് ചെയ്തു? അഹങ്കാരികളായ തലമുറകൾ ദൈവത്തെ മറന്ന് ജീവിച്ചവർ ക്ഷയിച്ചു പോകുവാനായിട്ടിടയാണ്. നോക്കുക, ദൈവത്തെ അറിഞ്ഞപ്പോൾ, ദൈവം അവിടെ നടത്തിയപ്പോൾ അവർ വളരെ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടു. അവർ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ അവർ ദൈവത്തെ മറന്നു പ്രവർത്തിച്ചപ്പോൾ ദൈവം വീണ്ടും അവരെ 7 വർഷം കൂടി ശിക്ഷിച്ചു. മിദ്യാന്യരാലും അമാലിക് വൈദേശിക ശക്തികളാൽ അവർ ആക്രമിക്കപ്പെടുവാനിടയായി. എല്ലാം ക്ഷയിച്ചു. പക്ഷെ അവർ ഒരു കാര്യം ചെയ്തു കേട്ടോ. 6-ാം വാക്യം, അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ, ഇസ്രായേൽ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാരുടെ നിമിത്തവും യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് അയച്ചു. അവൻ പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ പുറപ്പെടുവിച്ചു അടിമ വീട്ടിൽ നിന്നും നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രയീമിന്റെ കയ്യിൽ നിങ്ങളെ പീഡിപ്പിച്ച് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ വീണ്ടെടുപ്പിച്ച് ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ നീക്കളഞ്ഞു. അവരുടെ ദേശം ഞാൻ നിങ്ങൾക്ക് തരും. യഹോവയാ ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ കരുണയുള്ളവനാണ്. ഈ ജനം എന്ത് ചെയ്യുന്നറിയാമോ? അവർ യഹോവയോട് നിലവിളിച്ചു, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. മിദ്യാൻ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ സ്വർഗം അവരോട് മനസ്സരിഞ്ഞു. 7 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി സമ്പാദിക്കുവാനായിട്ട് ഒരു പ്രവാചകനെ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിച്ചു. ദൈവം ഒരു മധ്യസ്ഥനെ അവരിലേക്ക് കൊടുത്തു. ആ പ്രവാചകൻ വന്നവർക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുത്തു. എന്താ പറയുന്നത്? നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇത്രയും അത്ഭുതകരമായിട്ട്, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നികുളത്തിലും അത്ഭുതകരമായിട്ട് നിങ്ങളെ വഴി നടത്തി. പക്ഷെ നിങ്ങൾ യഹോവയെ, സത്യദൈവത്തെ മറന്നു. നിങ്ങൾ ബാൽ വിഗ്രഹങ്ങളുടെയും അശേരാ പ്രതിഷ്ഠകളുടെയും പിന്നാലെ പോയി. നിങ്ങൾ അഭിവൃദ്ധിക്ക് വേണ്ടി, ഭൗതികമായ അഭിവൃദ്ധിക്ക് വേണ്ടി പല ഘടകങ്ങളും നിങ്ങൾ ചെയ്തു. അതുകൊണ്ട് ദൈവം നിങ്ങളെ വീണ്ടും പരീക്ഷിച്ചു. എന്നാൽ നിങ്ങളുടെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തു വരുമെന്ന് യഹോവയാ ദൈവം തമ്പുരാൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് പ്രിയരെ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവർ, ഇല്ലായ്മയുടെയും വല്ലായ്മകളുടെയും ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ പിതാക്കന്മാരൊക്കെ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവരായി, ദൈവാലയമായി വളരെ വിശ്വസ്തതയുള്ളവരായിരുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ, ഞാനൊരു കൊച്ചു ദേവാലയത്തിൽ അംഗമാണ്, 18 വീട്ടുകാരുള്ള ഏവൂർ സെന്റ് മേരീസ് ഒരു ദേവാലയത്തിൽ. ഞങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ ഓർക്കുമ്പോൾ വളരെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയിരുന്നു. പക്ഷെ അവരൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കും. ഈ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ വളരെ ഭക്തിയോടുകൂടി, വളരെ വിശ്വസ്തയോടുകൂടി, വിശുദ്ധിയോടുകൂടി സമീപമുള്ള പല ദേവാലയങ്ങളിലും അവർ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുമായിരുന്നു. തിരി കൊടുക്കുകയും കുന്തിരിക്കം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യം തന്നെ, ഒരു വലിയ ബോധ്യം തന്നെ അവിടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തലമുറകളൊക്കെ, ദേശം നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മാതാപിതാക്കൾ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പക്ഷേ ഈ ലോക ചരിത്രത്തിലേക്ക് വരുമ്പോൾ, ഈ തലമുറകളിലേക്ക് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ ആയിട്ടുള്ള മോദങ്ങൾ പെട്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു നിലവിളിയുടെ ശബ്ദം ഇവിടെ ആവശ്യമാണ്. മാതാപിതാക്കളുടെ നിലവിളി,
തലമുറയുടെ നിലവിളി ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ നിലവിളിയുടെ ശബ്ദം ദൈവസ്ഥനിലേക്ക് കടന്നു നിന്നപ്പോൾ ദൈവം ഒരു പ്രവാചകനെ, ഒരു വിശുദ്ധനെ അവരുടെ മധ്യത്തിലേക്ക് അയച്ചു. ഈ ലോക ജീവിതത്തിൽ നമ്മൾ പട്ടുപോകാതെ ഇരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനായിട്ടിടയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഇത് തന്നെ കാണുവാനായിട്ടിടയാകും. അല്ലെ, യുദ്ധം ജയിച്ച യഹോവ. പുതിയ തലമുറ ഉള്ളപ്പോൾ യുദ്ധം ജയിക്കണമെങ്കിൽ അവർക്ക് യഹോവയാ ദൈവം തമ്പുരാൻ വേണമായിരുന്നു. 6-ാം അധ്യായത്തിന്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് ഒന്നുകൂടി മനസ്സിലാക്കാം. അല്ലെ, ന്യായാധിപന്മാരുടെ പുസ്തകം അതുകൂടി വായിച്ച് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങൾ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെട്ട് ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമെയോനോട് എന്റെ അവകാശദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടുകൂടി പോരണം, നിന്റെ അവകാശത്തിനോടുകൂടി ഞാനും വരാമെന്ന് പറഞ്ഞു. ശിമെയോൻ അവനോടുകൂടി പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ട് യഹോവ കനാര്യരെയും പെരിസ്യരുടെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യുദ്ധം ചെയ്യുവാൻ പിതാക്കന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ ഏത് യുദ്ധത്തിന് പുറപ്പെട്ടാൽ യുദ്ധം ജയിക്കണമെങ്കിൽ ഞങ്ങളോടുകൂടി ആരുണ്ടാകണം? യഹോവയുണ്ട്, ദൈവമുണ്ടാകണം. അതുകൊണ്ട് അവർ ആദ്യം യോശുവയുടെ നേതൃത്വത്തിൽ പോകുമ്പോൾ തന്നെ ഇസ്രായേൽ മക്കൾ ഓടി വന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ ആരാ പോകേണ്ടത്? യഹോവയെ ദൈവം പറഞ്ഞു, ഇന്ന ആൾ പോകും. ആദ്യം എന്ത് ചെയ്യണം? യഹൂദ തന്നെ ആദ്യം പോകണം. യഹോവ അവർക്ക് വേണ്ടുന്ന ആലോചനകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർ 1000-ങ്ങളെയും 10,000-ങ്ങളെയും നിഷ്പ്രയാസം ഇല്ലായ്മ ചെയ്യുവാനായിട്ട് അവർക്ക് ഇസ്രായേൽ ജനത്തിന് സാധിച്ചു. ദൈവസന്നിധിയിൽ മകന്നു പോയപ്പോഴോ അവർക്കൊന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിയില്ല. എന്നാൽ അവർ വീണ്ടും ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവം അവരെ അനുഗ്രഹിക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് കർത്താവിൽ വാത്സല്യമുള്ളവരെ, വഴിയിൽ വെച്ച് നമ്മൾ നശിച്ചു പോകാതെ ഇരിക്കുവാൻ നമ്മൾ ദൈവത്തിന്റെ സന്നിധി നിലവിളിക്കുവാനായിട്ട് നമുക്കിടയാണ്. അനുതാപത്തോടുകൂടി, അനുതാപ സങ്കീർത്തനങ്ങളോടുകൂടി കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, അതിനുള്ള ഹൃദയമുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് നമ്മൾ വിസ്മരിക്കുവാനായിട്ടിടയായി. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. വഴിയിൽ വെച്ച് നശിക്കാതെ ഇരിക്കുവാൻ വേദഭാഗത്തിന്റെ 2-ാമത്തെ ഭാഗം തന്നെ നമ്മൾ എടുക്കാം. എന്താ പറയുന്നത്? പുത്രൻ തമ്പുരാനെ ചുംബിപ്പി. പുത്രൻ തമ്പുരാനെ ടു കിസ് ഹിസ് ഫീറ്റ്. കർത്താവിന്റെ പാദാന്ത്യത്തിൽ ചുംബിക്കുവാനായിട്ട് നമുക്ക് പുത്രനെ ചുംബിക്കണം. നമ്മൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാവുന്ന ഒരു ലോകമാണ്. ഈ ലോകത്തെ നമ്മൾ തകർക്കുവാനായിട്ട് ധാരാളം ദുഷ്ടശക്തിയുണ്ട്, പൈശാചിക ശക്തിയുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? പൈശാചി നിങ്ങളെ അലറി സിംഹം മലർന്നുപോലെ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു. ഏത് സമയത്ത് നമ്മൾ വീണുപോകാം. നമ്മൾ വീണുപോകാൻ സാധ്യതയുള്ളവരാണ് മനുഷ്യർ. നമ്മൾ ബലഹീനങ്ങളായ പാത്രങ്ങളാണ്. ഇല്ലേ, നമ്മുടെ കർത്താവ് നോമ്പ് നോറ്റപ്പോൾ ഉടനെ തന്നെ പൈശാചിയും കടന്നു വന്നു. നിനക്കിപ്പോൾ വിശപ്പാണെന്ന് എനിക്കറിയാം, ഇല്ല നീ കല്ലിനോട് അപ്പമായി തീരുവാൻ. നമ്മളൊക്കെ ആണെങ്കിൽ ആ കല്ല് മേടിച്ച് 3-4 പ്രാവശ്യം നമ്മൾ കഴിച്ചേനെ. ഇല്ല, ഉടനെ തന്നെ ആ കല്ല് മേടിച്ച് കഴിക്കുമ്പോൾ വിശന്നിരിക്കുകയല്ലേ. പക്ഷെ കർത്താവ് പത്താണ്ടോ സാത്താനെ നീ പോവുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ദുഷ്ടലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീണു പോകാവുന്ന ലോകത്തിൽ ഏത് നിമിഷവും നമ്മൾ വീണു പോകുന്ന ലോകത്തിൽ പുത്രൻ തമ്പുരാനെ ചുംബിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ ലോക ജീവിതത്തിൽ വീണു പോകാതെ ഇരിക്കുവാൻ പുത്രനെ ചുംബിക്കുവാനായിട്ട് കഴിയുന്നവർ അനുഗ്രഹിക്കപ്പെടും. പുത്രൻ തമ്പുരാനെ ചുംബിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അല്ലെ, ചുംബനം നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പിലൊക്കെ ചുംബന സമരമൊക്കെ ഉണ്ട്. കമിതാക്കൾ തമ്മിൽ പരസ്യമായിട്ട് എല്ലാവരെയും കാണിച്ച് ചുംബിക്കുന്ന രീതിയൊക്കെ നമ്മൾ പത്രങ്ങളുണ്ട്. അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ധാരാളമുണ്ട്. ഏത് കാര്യം ചെയ്താൽ അനുകൂലിക്കുന്ന കുറച്ച് പേര് കാണില്ല. ഏത് തെറ്റ് ചെയ്താലും അനുകൂലിക്കുന്ന കുറേ പേര് കാണും. അല്ലെ, അമ്മയെ തല്ലിക്കൊന്നാലും പറയത്തില്ല, അമ്മയെ തല്ലിക്കൊന്നാലും കൂടെ നിൽക്കാനായിട്ട് 10 പേര് ഉണ്ടാവും എന്നുള്ള ഇന്നത്തെ ചുറ്റുപാട് സാമൂഹിക വ്യവസ്ഥിതി അതാണ്, സാഹചര്യം അതാണ്. അല്ല, ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതുകൊണ്ട് ചുംബന സമരം. എന്നാൽ ചുംബനത്തിലൂടെ അനേകം ആളുകളെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അല്ലെ, ധൂർത്തപുത്രൻ ഓർത്ത് നോക്കി. ധൂർത്തപുത്രൻ അവൻ ദൈവസ്ഥാനിൽ നിന്നും അകന്നുപോയി, പിതാവിന്റെ അടുക്കിൽ നിന്നും അകന്നുപോയി. എന്നാൽ ആ മടങ്ങി വന്ന പുത്രനെ ഒന്ന് ചുംബിച്ചപ്പോൾ അവൻ വലിയ നല്ലൊരു മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുവാനായിട്ടിടയായി. ഈ ലോക ജീവിതത്തിൽ വേദോത്സവം പഠിക്കുമ്പോൾ പല ചുംബനങ്ങളെയും നമുക്ക് കാണും. സാംസ്കാരിക അല്ലെങ്കിൽ ഇന്നത്തെ ചരിത്രമൊക്കെ പറയുന്നത്, വൈദ്യശാസ്ത്രം പോലെ പറയുന്നത്, അല്ലെ, ഈ ചുംബനത്തിന് അത് വലിയ മാസ്മരികമായ ശക്തിയുണ്ട്. സന്തോഷത്തിന്റെ ഹോർമോൺ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും. ചിലപ്പോൾ ചില നിരാശയിലൂടെ കടന്നു പോകുന്നവർ, ചില മാനസികമായ താളക്രമങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ സന്തോഷത്തിന്റെ ഹോർമോൺ, അല്ലെ, ആ ഹോർമോൺ ലഭിക്കുവാനായിട്ട് എന്ത് ചെയ്യും? ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ പുറപ്പെടുവിക്കുവാനായിട്ട് ചുംബനങ്ങൾക്ക് സാധ്യതയാകുമെന്ന് വൈദ്യശാസ്ത്രം പോലും, ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കുകയാണ്. നമ്മൾ മാത്രം ചുംബിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ്, അടുത്ത സമയത്ത് ഒരു പത്രത്തിൽ വന്നു, 2000 കോടി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവിടെ പൂർവ്വ പിതാക്കന്മാര് അവിടെ ആർജവത്വത്തോടെ ആ ഒരു സങ്കല്പത്തിലൂടെ കടന്നു പോകുന്നവരായി.
വേദപുസ്തകം പഠിക്കുമ്പോൾ പല ചുംബനങ്ങളെയും കാണാം. കർത്താവിനോട് ചേർന്ന് നടന്ന കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന യൂദ 30 വെള്ളിക്കാശിന് വേണ്ടി കർത്താവിനെ ചുംബിച്ചത്. 30 വെള്ളിക്കാശിന് വേണ്ടി. എന്നാൽ ലാസറിന്റെ ഭവനത്തിൽ ഒരു സാധുവായ സ്ത്രീ 300 വെള്ളിക്കാശ് അവന്റെ ജീവിതത്തിൽ അവൾ സമ്പാദിച്ചതെല്ലാം അവളൊരു വ്യാപാരിയുടെ അടുക്കൽ നിന്ന് ഏറ്റവും വില കൂടിയ തൈലം വാങ്ങി കർത്താവിന്റെ പാദാന്ത്യത്തിൽ നിന്ന് കർത്താവിനെ പാദം ചൂടി അവളുടെ കണ്ണുനീരും കൂടി ആ തൈലത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് കർത്താവിന്റെ ദേഹമെല്ലാം ശുദ്ധീകരിച്ച് കർത്താവിനെ ചുംബിച്ചു. ശ്രേഷ്ഠമായ ചുംബനം. വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ പല ചുംബനങ്ങളെ നമുക്ക് കാണാം. ഇവിടെ എന്താ പറയുന്നത്? വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പീൻ. എങ്ങനെയുള്ള ചുംബനമാണ്? നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരെ ചുംബനം ഉണ്ടാകും. പണ്ട് കാലത്തൊക്കെ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വിളിച്ചു നിർത്തി ഒന്ന് പ്രാർത്ഥിപ്പിക്കും, അല്ലേ? അവൻ്റെ നെറുകയിൽ ഒരു ചുംബനം കൊടുക്കും. ആ കുഞ്ഞിൻ്റെ അന്നത്തേക്കുള്ള അവൻ്റെ എല്ലാ അവൻ്റെ ആഹാരവും അതാ, അല്ലേ? ഈ ലോക ജീവിതത്തിൽ കൂടുതൽ ശക്തി ലഭിക്കുക. എന്ത് പ്രതികൂലം പ്രയാസം ഉണ്ടായാലും അവനാ ബോധ്യമുണ്ടാകും, അല്ലേ? അപ്പൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ നിന്നും അവൻ പലപ്പോഴും നഷ്ടപ്പെട്ടു പോലും മക്കൾ. ഇന്നാണ് നമുക്ക് ചുംബിക്കാനും സമയമില്ല, അല്പനേരം കൂടുന്ന ഭക്ഷണം കഴിക്കുവാൻ പോലും സമയമില്ലാത്ത ധൃതിയുള്ള ലോകത്തിൽ നമ്മളൊക്കെ ജീവിക്കും. ഞാൻ നിങ്ങളും എല്ലാം അങ്ങനെ കടന്നു പോവുക, ഒരു ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ വഴിയിൽ വെച്ച് നമ്മൾ നശിക്കുവാതിരിക്കുക നമ്മൾ എന്ത് ചെയ്യണം? പുത്രൻ തമ്പുരാനെ ചുംബിക്കണം. വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ ഒരു രഹസ്യ പ്രാർത്ഥന, വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ നമ്മൾ യാചിക്കേണ്ട സമയമൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷം സമാധാനത്തിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാണ് വിശുദ്ധ കുർബാന തക്സായിൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? സമാധാനത്തിന്റെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ യാക്കോബിന്റെ തക്സയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സകലത്തിന്റെയും ഉടയവനാ ദൈവം തമ്പുരാനെ നിഷ്കപടമായ സ്നേഹബന്ധത്താൽ ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിഷ്കപടമായ സ്നേഹത്താൽ, കപടമില്ലാത്ത ഹൃദയം കൊണ്ട്, കപടമില്ലാത്ത മനസ്സുകൊണ്ട് നിന്നെ പരിശുദ്ധവും നിർമ്മലവുമായ ചുംബനത്താൽ. ഇതൊരു പരിശുദ്ധമായ ചുംബനമാണ്. കർത്താവിന് നമ്മൾ കൊടുക്കേണ്ട ചുംബനം പരിശുദ്ധമായ ചുംബനമാണ്. ഇത് നിർമ്മല മനസ്സാക്ഷിയോടുകൂടിയുള്ള ചുംബനമാകണം. ഭാര്യ ഭർത്താക്കന്മാർക്കും ചുംബിക്കുന്നത് നിർമ്മല മനസ്സാക്ഷിയോടുകൂടിയായിരിക്കും. ചുംബിക്കുമ്പോൾ നമ്മുടെ വിചാരങ്ങളൊക്കെ മറ്റു പലതിലുമായിരിക്കും. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ഇല്ലയോ? നോക്കുക. അപ്പോൾ ഇവിടെ തക്സായിൽ പഠിക്കും പരസ്പരം. പണ്ട് കാലത്ത് നമ്മൾ കേട്ട് ചരിത്രം, ആരാധനയെക്കുറിച്ച് ചരിത്രം പഠിക്കുമ്പോൾ കണ്ട് പരസ്പരം കയ്യസ്തൂരി കൊടുക്കുകയില്ല. കുറച്ച് നാൾക്ക് മുമ്പ് പരസ്പരം ആലിംഗനം ചെയ്യുകയായിരുന്നു. പരസ്പരം ആലിംഗനം ചില സഭകളിലെങ്കിലുമൊക്കെ ഇന്നും അതുണ്ട് കേട്ടോ. ആലിംഗനം ചെയ്യുകയായിരുന്നു നിർമ്മലമായ മനസ്സാക്ഷിയോടുകൂടി, വിശുദ്ധിയോടുകൂടി. നിർമ്മല യാക്കോബിന്റെ തക്സ AD 1-ാം നൂറ്റാണ്ട് എഴുതിയ തക്സയാണ്. കർത്താവിന്റെ സഹോദരനും യെരുസലേമിലെ ബിഷപ്പുമായിരുന്ന യാക്കോബ് ശ്ലീഹ എഴുതിയ തക്സയാണ്. ആ തക്സായിൽ പറയുന്നത്, കർത്താവേ, ഞങ്ങൾ നിന്നെ എങ്ങനെ ചുംബിക്കേണ്ടത്? നിർമ്മലമായ മനസ്സാക്ഷിയോടുകൂടി. നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയരെ ഒരു നല്ല ചുംബനം കൊടുക്കാൻ? നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും സാധിക്കുകയില്ല. നമ്മുടെ ശത്രുക്കളോട് ശ്രമിക്കുവാൻ കഴിയാതെ നമ്മളൊരു ചടങ്ങിന് വേണ്ടി നമ്മളെല്ലാവരും പരസ്പരം ആലിംഗനവും അല്ലെങ്കിൽ ചുംബനവും ഒക്കെ അല്ലെങ്കിൽ കയ്യസ്തൂരിയൊക്കെ നമ്മൾ കൊടുത്തു പോകുന്നു. എന്നാൽ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്, പരസ്പര ബഹുമാനത്തോട് നിർമ്മലമായ മനസ്സാക്ഷിയോടുകൂടി കർത്താവ് ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കണമേ. ആ ചുംബനമാണ് എവിടെ കണ്ട ചുംബനം. ലാസറിന്റെ ഭവനത്തിരുന്നപ്പോൾ ആ പാപിനിയ സ്ത്രീയുടെ ചുംബനം അതാണ്, നിർമ്മലമായ മനസ്സാക്ഷിയോടുകൂടി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ഇല്ലേ? പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, കുറ്റം വെടിഞ്ഞ് നീ കൈക്കൊണ്ട വിശ്വാസം കാത്തു നിന്ന് നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. നീ ചെയ്തതെല്ലാം ഇവിടെ വെച്ച് നിനക്ക് ക്ഷമിച്ചിരിക്കുന്നു. അവളെല്ലാം ക്ഷമിക്കപ്പോൾ അനുഗ്രഹത്തോട് സമാധാനത്തോട് പോവുകയാണ്. അവൾ കർത്താവിന് വേണ്ടി നിർമ്മല മനസാക്ഷിയോടുകൂടി കർത്താവിന്റെ സുവിശേഷ പ്രവൃത്തി വ്യാപൃതിയാക്കുവാനായിട്ട് ആ മാതാവിന് സാധ്യമായി എന്നുള്ള നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുവാനിടയാണ്. ഇവിടെ നിർമ്മല മനസാക്ഷിയോടുകൂടി കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് നമുക്ക് വലിയൊരു മാതൃക വെച്ച് തന്നിട്ടുണ്ട്. തന്റെ പരിശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പെസഹായുടെ കാലിൽ ശുശ്രൂഷ നമ്മൾ വായിക്കുന്ന വേദഭാഗം അതാണ്. കർത്താവിന്റെ ശ്ലീഹന്മാരുടെ കാലുകളെല്ലാം കഴുകി. ഈ പാവനിയാസ്ത്രീയെ കുറിച്ച് ഇവളെന്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവൾ ചെയ്തതാവുന്നു. യുദാസ് പറഞ്ഞു, കർത്താവേ, ഗുരുവേ, എന്തിനാ ഇത് ഇത്രയും വലിയ ചടങ്ങ് എന്തിനാണ്? ഇത്രയും വെള്ളിക്കാശ് വിറ്റ് എന്തിനാണ് ഇത്? പാപങ്ങൾക്ക് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അത് അവിടെ ഉടനെ സുവിശേഷം എഴുതി വെക്കുക, ഇത് പാപങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ല, ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയായിരുന്നു. അതായിരുന്നു യൂദായുടെ ലക്ഷ്യം. പക്ഷെ യൂദായുടെ ജീവിതം നമ്മൾ ഓർത്തു നോക്കുക. വഴിയിൽ വെച്ച് അവൻ നശിച്ചു പോവുകയാണ്. വഴിയിൽ വെച്ച് നശിച്ചു പോകുന്ന യൂദയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ യേശു പഠിപ്പിച്ച ചുംബനം എന്താ? ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി, അല്ലേ? അവൻ കാൽ കഴുകിയിട്ട് അവൻ ചുംബിച്ചു. അവൻ ഓരോരുത്തരുടെയും കാലിൽ, പത്രോസിന്റെയും അന്ത്രയോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും എല്ലാം കാലുകൾ പിടിച്ച് അവൻ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും
ഇത് പരസ്പരം ചെയ്യുകയും. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് പരസ്പരം കാലുകളെ ചുംബിക്കുവാൻ. ഈ ചുംബനം എങ്ങനെയുള്ള യൂദാസിന് ചുംബനമാകരുത്. യൂദാസിനെ പോലെ ചുംബിക്കുന്ന ധാരാളം ആളുണ്ട് കേട്ടോ. യൂദാസിനെ പോലെ ചുംബിക്കും, നമുക്കറിയില്ല സത്യമാണോ മിഥ്യയാണോ അറിയില്ല. യൂദാസിനെ പോലെ ചുംബിക്ക് ധാരാളമാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച് ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. അതാ യാക്കോബിൽ നിർമ്മലമായ മനസാക്ഷിയോടുകൂടി വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി ഈ ശുശ്രൂഷ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവം മഹത്വം അവിടെ രൂപീകൃതമാകുവാനായിട്ടിടയാവും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമാ നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു. ദൈവജനത്തിനെതിരമായി ശക്തികൊണ്ട് രാജാക്കന്മാർ എഴുന്നേൽക്കുന്ന സാഹചര്യമാണെന്നത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവരെ നശിപ്പിക്കുവാനിടയുള്ള സാഹചര്യം. പക്ഷെ അവിടെ തിരുവചനം ഓർപ്പിക്കുക, 2-ാം സങ്കീർത്തനം 12-ാം തിരുവചനത്തിലൂടെ നമ്മൾ ഓർപ്പിക്കുക, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമുക്ക് എല്ലാവർക്കും ഒരു പ്രാർത്ഥന എല്ലാവരും, ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന് സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. അത്ര അനുഗ്രഹമായ പ്രാർത്ഥനയാണ്. ഈ ചുംബനത്തിലൂടെ പിതാക്കന്മാര് നമ്മളെ സ്ലീബായെ കുമ്പിടുമ്പോൾ പറയുക, ഇതൊരു വിശുദ്ധ ചുംബനമാണ്, ഇതൊരു അനുഗ്രഹം, നിർമ്മല മനസാക്ഷിയോട് ചുംബനമാണ്. കർത്താവിന്റെ സ്ലീബ കുമ്പിടാൻ വരുമ്പോൾ ഇത് നിർമ്മല മനസാക്ഷിയോടെ ആയിരിക്കണം, ഒരു വിശുദ്ധതയോടുകൂടി. കർത്താവെ, ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെ നീ ക്ഷമിക്കണമേ. ആ പാപിനി ആ സ്ത്രീയോട് പറഞ്ഞ പോലെ, മകളെ നീ ഇനി സമാധാനത്തോടെ പോയിക്കൊള്ളുക, നീ ചെയ്ത പാപങ്ങളെല്ലാം ഇവിടെ നിനക്ക് പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഇനിമേലിൽ നീ പാപം ചെയ്യുവാനായിട്ട് ഇടയാകും. ഇനിമേൽ നീ പാപം ചെയ്യരുത്. കർത്താവ്, ഞങ്ങളുടെ ആത്മത്തിന് രക്ഷയുണ്ടാക്കിയെന്ന് സ്ലീബായെ ഞങ്ങൾ കുമ്പിടും. ഈ കർത്താവിന്റെ സ്ലീബായെ കുമ്പിടുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷ അനുഗ്രഹകരമായി പൂർത്തീകരിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പരിശുദ്ധമായ 25 നോമ്പിൻ്റെ നല്ല ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും നമ്മുടെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും എല്ലാം പ്രതികൂലതകളെയും ദൈവസമ്മേളനം സമർപ്പിച്ച് അവൻ നമ്മോട് കൂടിയിരിക്കുന്ന ദൈവമാകിയാൽ നമ്മൾ വഴിയിൽ വെച്ച് നശിച്ചു പോകുവാനുള്ള ധാരാളം സാഹചര്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ പുത്രൻ തമ്പുരാനെ നമുക്ക് ചുംബിക്കാം. അവൻ നമ്മോട് ചേർന്നിരിക്കുന്നവനാണ്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അല്പസമയം നിങ്ങളോട് ആയിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ അളവറ്റ കരുണകൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിനെനിക്ക് അനുവാദം തന്ന രക്ഷിണിച്ച പരിമല സെമിനാരിയുടെ മാനേജർ ഏറ്റവും വന്നിനായിരിക്കുന്ന എൽദോസ് അച്ഛനോടും ജെറിനച്ഛനോടും മാത്തുക്കുട്ടി അച്ഛനോടുമുള്ള ഹൃദയപൂർവ്വമായ സാഹോദര്യമുള്ള ഞങ്ങളുടെ സ്നേഹവും നിർമ്മലമായ സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തീകരിക്കട്ടെ.